നമസ്കാരം. ഇന്ന് നമ്മൾ കുടുംബശ്രീയുടെ കീ പോയിന്റ്സുകളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ കാണാൻ പോകുന്നത്. ഒരിക്കൽ കൂടി ദൃഷ്ടി ന്യൂസിന്റെ റൂട്ടഡ് ആപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം 1998 മെയ് 17 കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് AB വാജ്പേയി ആണ്. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നത് ശ്രീ EK നായനാറാണ്. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മലപ്പുറത്തെ കോട്ടക്കുന്ന് എന്ന പ്രദേശത്താണ്. കുടുംബശ്രീ ഉദ്ഘാടന സമയത്ത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ മന്ത്രി പാലൊളി മുഹമ്മദ് കുട്ടി, കുടുംബശ്രീയുടെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ജെയിംസ് വർഗീസ്. കുടുംബശ്രീ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുന്നത് 1999 ഏപ്രിൽ 3 കുടുംബശ്രീ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുമ്പോഴുള്ള പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിന് മുൻപ് തന്നെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾക്ക് കാര്യക്ഷമമായി നടന്ന ജില്ലകളാണ് മലപ്പുറവും ആലപ്പുഴയും. 1997 EK നായനാരുടെ ഭരണകാലത്ത് കേരളത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്നതിന് വേണ്ടി ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. ഈ ടാസ്ക് ഫോഴ്സിന്റെ നിർദ്ദേശപ്രകാരമാണ് കുടുംബശ്രീ എന്ന ആശയം മുന്നോട്ട് വരുന്നത്. അന്ന് ആ ടാസ്ക് ഫോഴ്സിൽ അംഗങ്ങളായിരുന്നു തോമസ് ഐസക്, പ്രകാശ് ബക്ഷി, SM വിജയാനന്ദ്. ഏഷ്യയിലെ ഏറ്റവും വലിയ വനിതാ സംഘടനയാണ് കുടുംബശ്രീ. കുടുംബശ്രീ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷന്റെ കീഴിലാണ്. കുടുംബശ്രീയുടെ ആപ്തവാക്യം സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്. അയൽക്കൂട്ടങ്ങളിൽ നിക്ഷേപിക്കേണ്ട ആഴ്ച വരിസംഖ്യ, തൃപ്തി സംഖ്യ. കുടുംബശ്രീയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, തദ്ദേശീയ തലത്തിൽ സാമൂഹ്യ സാമ്പത്തിക വികസനം, മിതവ്യയ സമ്പാദ്യ വായ്പാ പദ്ധതി, സ്വയം തൊഴിൽ. കുടുംബശ്രീ ഒരു ത്രിതല സമ്പ്രദായമാണ്, അതായത് 3 ടയർ. NHG നെയ്ബർഹുഡ് ഗ്രൂപ്പ് അഥവാ അയൽക്കൂട്ടം, ADS ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി, മൂന്നാമത്തത് CDS കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി. 18 വയസ്സ് പൂർത്തിയായി ഇരിക്കുന്നവർക്ക് അയൽക്കൂട്ടത്തിൽ, ഏതൊരു അയൽക്കൂട്ടത്തിൽ വേണമെങ്കിലും അംഗമാകാം. ഒരു കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീക്ക് മാത്രമേ അംഗത്വം ലഭിക്കുകയുള്ളൂ. ഒരു അയൽക്കൂട്ടത്തിൽ 10 മുതൽ 20 വരെ അംഗങ്ങൾ ആകാം. അയൽക്കൂട്ടത്തിൽ നിന്ന് അറിയിപ്പ് കൂടാതെ 6 മാസം തുടർച്ചയായിട്ട് വിട്ടുനിന്നാല്, വരാതെ ഇരുന്നാല് അംഗത്വം നഷ്ടപ്പെടും. അയൽക്കൂട്ടത്തില് 5 ഭരണസമിതി അംഗങ്ങൾ ഉണ്ടായിരിക്കണം. എല്ലാ 3 വർഷവും തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്. ADSല് 7 ഭരണസമിതി അംഗങ്ങളാണ് ഉണ്ടാകുന്നത്. ADSന്റെയും അയൽക്കൂട്ടങ്ങളുടെയും രക്ഷാധികാരി എന്ന് പറയുന്നത് അവിടുത്തെ ആ വാർഡ് മെമ്പർ ആയിരിക്കും. ADSലും CDSലും 3 വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുപ്പ് നടത്തണം. കേരളത്തിലെ ആദ്യത്തെ അയൽക്കൂട്ടം കണ്ണൂരിലെ കല്യാശ്ശേരിയിലാണ് വന്നത്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം മനസ്വനി എന്ന പേരിൽ കോട്ടയത്താണ്. ശ്രവണ കാഴ്ച വൈകല്യം ഉള്ളവർക്കും മാനസിക ആരോഗ്യ വെല്ലുവിളി ഉള്ളവർക്കുമായും HIV പോസിറ്റീവ് ആയവർക്കും പട്ടികവർഗക്കാർക്കും പഞ്ചായത്തിന്റെ പ്രത്യേക അയൽക്കൂട്ടം രൂപീകരിക്കാവുന്നതാണ്. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ് അമൃതം പദ്ധതി. അമൃതം പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ 6 മാസം മുതൽ
3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പോഷകാഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിക്കാണ് അമൃതം പദ്ധതി എന്ന് പറയുന്നത്. ആശ്രയ, നിരാലംബരായ ആളുകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കുടുംബശ്രീയുടെ ഒരു പദ്ധതിയാണ് ആശ്രയ പദ്ധതി. ഭവനശ്രീ, അടുത്തത് ഭവന വായ്പ നൽകുന്നതുമായി ബന്ധപ്പെട്ട കുടുംബശ്രീയുടെ പദ്ധതിയാണ്. ബഡ് സ്കൂൾ, മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ബഡ് സ്കൂൾ. ഹരിതശ്രീ, കൃഷി പാട്ടത്തിനെടുത്ത് ലീസിനെടുത്തിട്ട് കൃഷി ചെയ്യുന്ന പദ്ധതിക്കാണ് ഹരിതശ്രീ എന്ന് പറയുന്നത്. സ്നേഹിത, കുടുംബശ്രീയുടെ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയും. അതായത് ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതി. ജീവനം ഉപജീവനം പദ്ധതി, ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായി സഹായം നൽകുന്ന പദ്ധതിക്കാണ് ജീവനം ഉപജീവനം പദ്ധതി എന്ന് വിളിക്കുന്നത്. തെളിമ, ഖരമാലിന്യ സംസ്കരണത്തിനായി കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് തെളിമ പദ്ധതി. സാന്ത്വനം എന്താണെന്ന് ചോദിച്ചാൽ ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവരെ വീട്ടിൽ ചെന്ന് ശുശ്രൂഷിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം പദ്ധതി. എറൈസ്, കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള സ്വയം തൊഴിൽ പരിശീലന പദ്ധതിക്കാണ് എറൈസ് എന്ന് പറയുന്നത്. സമഗ്ര എന്ന അടുത്ത പദ്ധതി കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം, വിതരണം എന്നിവയുടെ ശൃംഖല വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതി. സമഗ്ര പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ, ഈ പദ്ധതിയുമായിട്ടുള്ള ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾക്ക് പേരുകളുണ്ട്, അത് ഓർത്തു വെച്ചേക്കുക. നിവേദ്യം, അതായത് കദളി ഗുരുവായൂരിലെ നിവേദ്യം ചെയ്യുന്നതിനോട് ഉപയോഗിക്കുന്ന ഇതാണ്. മാരാരി, കൂൺ ആലപ്പുഴയിലാണ്. മധുരം, തേന് പത്തനംതിട്ട. സഫലം, കശുവണ്ടി കാസർഗോഡ്. തിരുമധുരം, കൈതച്ചക്ക എറണാകുളം. ഹരിതശ്രീ, പച്ചക്കറി തിരുവനന്തപുരം. കുടുംബശ്രീയുടെ വെബ് പോർട്ടൽ ശ്രീ ശക്തി എന്നാണ് വെബ് പോർട്ടലിന്റെ പേര്. കുടുംബശ്രീയുടെ റേഡിയോ പ്രോഗ്രാം എന്ന് പറയുന്നത് മീന എന്ന പേരിലാണ്. കുടുംബശ്രീയുടെ നാടക സമിതി രംഗശ്രീ എന്നാണ്. 1 രൂപയ്ക്ക് 1 ലിറ്റർ ശുദ്ധജലം ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയും കൊണ്ട് അതിന് തീർത്ഥം എന്നാണ് വിളിക്കുന്നത്. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾക്കായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സഹായ ഹസ്തം. കുടുംബശ്രീയുടെ വനിതാ ദുരന്ത നിവാരണ സംഘമാണ് പിങ്ക് അലേർട്ട്. പിങ്ക് അലേർട്ട് ആരംഭിച്ചത് കോഴിക്കോടാണ്. കുടുംബശ്രീയിൽ ഉള്ള വനിതകളുടെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ജിയോ ടാഗ് വഴി സ്വീകരിക്കുന്നതിനായിട്ടുള്ളൊരു പദ്ധതിയാണ് ഈ നെസ്റ്റ്. കുടുംബശ്രീയിലെ വനിതകൾക്ക് തുടർ വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുന്നതിന് ഉള്ള സർക്കാർ പദ്ധതിയാണ് സമ. കുട്ടികളുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച ചെറിയ ഗ്രൂപ്പുകളാണ് ബാലസഭ. അപ്പോൾ ഇതാണ് നമ്മൾ കുടുംബശ്രീയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ, കീ പോയിന്റ്സുകൾ. എല്ലാവരും കൃത്യമായിട്ട് ഇത് എഴുതി തന്നെ പഠിക്കണം. കാരണം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ടാണ് ഇത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. എല്ലാവർക്കും താങ്ക് യു.